നമസ്കാരം. നമസ്തേ. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഡയറക്ടർ AIMRC, ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. ഇന്ന് ഓഗസ്റ്റ് 24, 2026. എല്ലാവർക്കും ഞങ്ങളുടെ അന്താരാഷ്ട്ര മെഡിക്കൽ ഗവേഷണ കേന്ദ്രത്തിൻ്റെയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെയും ലോക സമാധാന സംഘടനയുടെയും ലോക പുനരധിവാസ സംഘടനയുടെയും ഇൻ്റർനാഷണൽ പീസ് സ്പിരിച്വൽ കൾച്ചറൽ യൂണിവേഴ്സിറ്റി MK യൂണിവേഴ്സിറ്റി ഗുജറാത്ത്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നിവയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ, സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിലും ഇന്ന് എല്ലാവർക്കും ആത്മാർത്ഥമായ ഓണാശംസകളും സമൃദ്ധിയും ആരോഗ്യവും കേരളത്തിലുടനീളം, ഭാരതത്തിലുടനീളം തിളച്ചു മറിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ മെഡിക്കൽ ബുള്ളറ്റിൻ എന്ന് പറയുന്നത്, ലോകം മുഴുവൻ ഇന്ന് വിഷാദ രോഗം കഴിഞ്ഞാൽ, ഹൃദ്രോഗവും ക്യാൻസറും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് കണ്ണിന് കാഴ്ചയില്ലായ്മ, കാഴ്ചമങ്ങൽ, ഗ്ലൂക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി അടക്കം, കാറ്ററാക്റ്റ്, തിമിരമടക്കം ഇന്ന് മനുഷ്യവംശം, ലോകം മുഴുവൻ വല്ലാത്തൊരു അപകടത്തിലാണ്. ഞങ്ങൾ ഗവേഷകർ രാപ്പകലില്ലാതെ ഈ അന്ധതയിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താൻ, രാത്രിയെ പകലാക്കാൻ, പകലും രാത്രിയും ഒരുപോലെയാക്കാൻ, മനുഷ്യന് വെളിച്ചമുണ്ടാക്കാൻ, മനസ്സിന് തിരിച്ചറിവുണ്ടാക്കാൻ രാപ്പകലില്ലാതെ ഗവേഷണത്തിലാണ്. ഈ ഓണനാളുകളിൽ ഞങ്ങൾ ലീവ് എടുക്കാറില്ല, ആഘോഷിക്കാറില്ല. ഇത് ഏകദേശം 45 കൊല്ലമായി ഞങ്ങൾ ഗവേഷകർ രാപ്പകലില്ലാതെ ലോകത്തെ രക്ഷപ്പെടുത്താൻ. അതിൽ ഇന്ന് ബഹുഭൂരിപക്ഷവും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഐ പ്രഷർ. കണ്ണിന് അമിത സമ്മർദ്ദം മൂലം കാഴ്ചശക്തി തകരാറിലാവുകയും ഞരമ്പുകൾ, കണ്ണിലെ റെറ്റിനയ്ക്കുള്ളിലുള്ള ഞരമ്പുകളിൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ബാധ വരികയും അന്ധരായി തീരുകയും ചെയ്യുന്ന അവസ്ഥ. അതിലുപരിയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. 10 കൊല്ലം പ്രമേഹ രോഗിയായവർ നിർബന്ധമായും കണ്ണും വൃക്കയും ഹൃദയവും നിർബന്ധമായും ചെക്ക് അഥവാ പരിശോധന നടത്തണം, ബന്ധപ്പെട്ട ഡോക്ടർമാരുമായി ഇടപെട്ട്. ഒപ്പം ലൈംഗിക ആരോഗ്യം നശിക്കുകയുമായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഇന്ന് ഇന്ത്യ ഒട്ടുക്കും ഐ പ്രഷർ, ഏത് കണ്ണാശുപത്രിയിൽ ചെന്നാലും നിങ്ങൾ ഐ പ്രഷർ ചെക്ക് ചെയ്യുന്ന കാണാം. ഇതിൻ്റെ പിന്നിൽ എത്ര പേർക്കറിയാം? പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം എന്നീ 3 ധാതുക്കൾ ഇവർക്ക് കുറവായിരിക്കും. ഇതിൽ ഈ കാൽസ്യവും മാഗ്നീഷ്യവും അടക്കം ഈ ധാതുക്കൾ കുറയുമ്പോൾ, പൊട്ടാസ്യം അപകടകരമായി കുറയുമ്പോൾ ഐ പ്രഷർ കൂടുന്നു. മനുഷ്യൻ്റെ ബ്ലഡ് പ്രഷർ, BP കൂടാൻ 150/100 നിന്ന് ഹൈപ്പർ ടെൻഷനിലേക്ക് പോകാനുള്ള കാരണവും പൊട്ടാസ്യം എന്ന ധാതുവിൻ്റെ കുറവാണെന്ന് ഗവേഷകരായ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള ഏത്തപ്പഴം, വാഴപ്പഴം, പാളയംകോടൻ പഴം തുടങ്ങിയ എല്ലാവിധ പഴങ്ങളിലും, പ്രത്യേകിച്ച് ജൈവ വാഴപ്പഴത്തിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഒരു കണ്ണ് ഡോക്ടറെ കാണുമ്പോൾ നിർബന്ധമായും ഒരു 3, 4, 5, 6 വിദഗ്ധരായ സീനിയർ ഒപ്താൽമോളജിസ്റ്റ് അഥവാ നേത്രരോഗ വിദഗ്ധരെ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളൊരു സർജറിയിലേക്ക് പോകാവൂ എന്നാണ് ഗവേഷകരായ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഉപദേശം. കാരണം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ തട്ടിപ്പും വെട്ടിപ്പും തെറ്റായ പ്രവണതകൾ നടത്തുന്ന ഒരു ചികിത്സാ സമ്പ്രദായമായി ഒപ്താൽമോളജി അഥവാ നേത്രരോഗ ചികിത്സ ഭാരതത്തിൽ പടർന്ന് പന്തലിക്കുകയാണ്. ഭാരതത്തിൽ ഇന്ന് ഏകദേശം
22 to 28 കോടി മനുഷ്യർ ഏതാണ്ട് അന്ധതയിലേക്ക് പോകുന്നു. 2040 ആകുമ്പോൾ ഭാരതത്തിൽ ഏകദേശം 30 to 35 കോടി അന്ധരുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ. ഇത് വളരെ ഗൗരവമാണ്. അതിൽ ഏറ്റവും പ്രധാന വില്ലൻ പ്രമേഹം അഥവാ ഡയബറ്റിക് മെലിറ്റസ് ആണ്. അതിന് ഏറ്റവും പ്രധാനം വേണ്ടത് നിങ്ങൾ പ്രകൃതിയിലേക്ക് മടങ്ങുകയും അലോപ്പതിയോടൊപ്പം തന്നെ നിങ്ങൾ ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോ, അക്യുപങ്ക്ചർ, പ്രകൃതി ചികിത്സ എന്നിവയിലേക്ക് നിങ്ങൾ കടക്കുകയും വേണം. അതിൽ മസ്തിഷ്കത്തിലെ കൊഴുപ്പ്, പ്രത്യേകമായി പറഞ്ഞാൽ കഫം മസ്തിഷ്കത്തിൽ നേത്രഭാഗത്ത് അടിഞ്ഞുകൂടുന്നതും കണ്ണിലെ തലച്ചോറിലെ ചൂടും, മസ്തിഷ്കം പലർക്കും മാഗ്നീഷ്യം കുറവായതിനാൽ മസ്തിഷ്കം ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് ആയുർവേദ ചികിത്സകർ എപ്പോഴും നെറ്റിത്തടത്തിൽ നെല്ലിക്ക പൊടി വയ്ക്കാൻ ഉപദേശിക്കാറുണ്ട്. ഒപ്പം പ്രകൃതി ചികിത്സകർ നാവും കണ്ണും ശുദ്ധജലത്തിലിട്ട് മുക്കാനും പറയാറുണ്ട്. ശുദ്ധമായ വെള്ളത്തിൽ മാത്രം. സിറ്റിയിൽ ഇത് ചെയ്തുകൂടാ, കാരണം അതിൽ ക്ലോറിൻ അടങ്ങിയിട്ടുണ്ട്, ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നേത്ര ചികിത്സകർ ആദ്യമായി ന്യൂട്രീഷൻ തെറാപ്പിയിലും കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടത് വൈറ്റമിൻ എ, റെറ്റിനോൾ എന്ന ഒരു ജീവകമാണ്. ഇത് ഇലക്കറികളിൽ, പച്ച ഇലക്കറികളിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഒപ്പം ഏറ്റവും പ്രധാനമാണ് B6 പെരിഡോക്സിൻ, ഫോളിക് ആസിഡ്, ആൽഫ ലിപ്പോയിക് ആസിഡ്, ലൂട്ടീൻ, ഒമേഗ 3, DHA, EPA. ഒപ്പം 9 മണിക്കൂർ വരെ TV-യോ മൊബൈലോ ഉപയോഗിക്കാതുള്ള ഉറക്കവും നിർബന്ധമാണ് നേത്ര രോഗികൾക്ക്. കാരണം ഭാരതത്തിൽ 30 കോടിയിലേറെ മനുഷ്യർ കാഴ്ചശക്തി നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥയിലാണെന്ന് കണ്ടെത്തിയോടുകൂടി ഞങ്ങൾ ഗവേഷകർ ഇപ്പോൾ ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരൾ, അത് കഴിഞ്ഞാൽ ഹൃദയം, ഇത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് ഇപ്പോൾ നേത്ര ആരോഗ്യത്തെപ്പറ്റിയാണ്. കണ്ണില്ലെങ്കിൽ മനുഷ്യനില്ല, ലോകമില്ല, വെളിച്ചമില്ല. അതുകൊണ്ട് നേത്ര രോഗികൾ നിർബന്ധമായും ഏറ്റവും മികച്ച യഥാർത്ഥ നേത്ര ഡോക്ടർമാരെ, വിദഗ്ധരെ മാത്രം കാണണമെന്നും കച്ചവട കാഴ്ചപ്പാടുള്ള സ്വകാര്യ ആശുപത്രികൾ സൂക്ഷിക്കണമെന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ ജുഡീഷ്യൽ മെമ്പറും അധ്യക്ഷനും എന്നുള്ള നിലയിൽ നിങ്ങൾ നേത്ര ചികിത്സ നേടുമ്പോൾ ഒരു 6-ലേറെ ഡോക്ടർമാരുടെ അഭിപ്രായമെങ്കിലും ചോദിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഈ ചികിത്സ തന്നെ വഴിതെറ്റാമെന്നാണ്. ഭാരതത്തിൽ വഴിതെറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നേത്ര ചികിത്സയാണ് ഇപ്പോൾ. ഇതു മുമ്പ് ഹൃദ്രോഗ ചികിത്സയും ക്യാൻസർ ചികിത്സയുമായിരുന്നു. കാരണം ഇന്ത്യയിൽ ഇന്ന് കൂൺ മുളയ്ക്കുന്ന പോലെയാണ് നേത്രരോഗ ചികിത്സാ കേന്ദ്രങ്ങൾ വളരുന്നത്. കാരണം അതിൻ്റെ സാമ്പത്തിക ലാഭം തന്നെ. ഇത് ഞങ്ങൾ ഗവേഷണത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞു. ഒരു അന്താരാഷ്ട്ര ജുഡീഷ്യൽ ബോഡിയും അന്താരാഷ്ട്ര അതോറിറ്റികളുടെ തലവൻ എന്നുള്ള നിലയിൽ നേത്ര ചികിത്സ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ നേത്ര ചികിത്സയിൽ, ന്യൂട്രീഷൻ തെറാപ്പിയിലും മറ്റ് പരമ്പരാഗത ആയുർവേദ, സിദ്ധ, യുനാനി, അക്യുപങ്ക്ചർ പോലുള്ള ചികിത്സകൾ അലോപ്പതിയോടൊപ്പം ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി മെച്ചമാണ് കിട്ടുന്നതെന്നാണ് വിദഗ്ധരായ ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ആൾട്ടർനേറ്റീവ് മെഡിസിനെയും നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒപ്പം എമർജൻസിയിൽ അലോപ്പതിയും നിർബന്ധമാണ്. താങ്ക് യു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഐ പ്രഷർ കുറയ്ക്കാൻ നിങ്ങൾ ഐ വാഷ് തെറാപ്പി, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം അത് ശരീരത്തിൽ ആവശ്യത്തിന് നിലനിർത്തുക എന്ന് ഉപദേശിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. ഞങ്ങളുടെ വെബ്സൈറ്റ് www.worldrehabilitationorganization.com. സൗജന്യ കുറികൾക്ക് arogya.research@gmail.com. താങ്ക് യു. ലോക സമസ്ത സുഖിനോ ഭവന്തു. വസുദൈവ കുടുംബകം. പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതി പറയുന്ന നിയമങ്ങൾ അനുസരിക്കുക. പ്രകൃതിയിൽ നിന്ന് വിട്ടുപോയതാണ് നേത്രരോഗങ്ങളുടെ പ്രധാന കാരണമെന്ന് നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.